ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ നാഗര എത്തി. നമ്മൾ റൂമിൽ പോയി ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് നേരെ ടിമ്മിലേക്ക് വന്നു കാപ്പിയും എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം രാവിലെ നമ്മൾ കഴിച്ചതാണ്. അതിന് ശേഷം ഞാൻ ഒരു വക കഴിച്ചിട്ടില്ല, ഞാനും അവനും ഒന്നും കഴിച്ചില്ല. അങ്ങനെ നാഗര എത്തിയപ്പോൾ ഒരു ടൈമായി. കാര്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. എന്നൊന്നും ഇല്ലാത്ത ബ്ലോക്കായിരുന്നു ഇപ്രാവശ്യം. കാര്യം എപ്പോഴും ബ്ലോക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലായിരുന്നു ഇപ്രാവശ്യം ബ്ലോക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നാഗര എത്തി. എന്താ പറയുക, നൈറ്റ് വേറൊരു വൈബാണ് നാഗര കാണാൻ, രാവിലെ വേറൊരു മൂഡാണ്. അങ്ങനെ നാഗരയുടെ വ്യൂ ഒക്കെ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഫയർ വർക്ക്സിന് വെയിറ്റ് ചെയ്യണം. ഈ പ്രാവശ്യം ഫയർ വർക്ക് തുടങ്ങാൻ കുറച്ച് ലേറ്റായി. സാധാരണ എപ്പോഴും 10 മണിയായിട്ടാണ് തുടങ്ങുക, ഇപ്രാവശ്യം 10:15. അങ്ങനെ ഫയർ വർക്കൊക്കെ കണ്ട് ഓരോന്നൊക്കെ സംസാരിച്ച് നമ്മൾ നേരെ ഉള്ളിലേക്ക് കടന്നു. ഇവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം നാഗര വന്ന സമയത്ത് ആ റൈഡും കാര്യങ്ങളൊക്കെ കയറി, ഈ ജയൻറ്റ് വീലിലൊക്കെ. ഇപ്രാവശ്യം നമ്മൾ അതിനൊന്നും ടൈം കിട്ടിയില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു സുവനീർ ഷോപ്പിൽ കയറി. അങ്ങനെ കുറച്ച് സുവനീഴ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇത് ഈ പുള്ളിയെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, ഈ പുള്ളി 2011 കാനഡയിൽ വന്നിട്ട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട. എന്താ അല്ലേ, 14 വർഷമായി പുള്ളി വന്നിട്ട്. അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളൊരു സുവനീർ എടുത്തു. ഒരു നാഗരയുടെ ഒരു മാഗ്നറ്റും പിന്നെ ഈ അലാവുദ്ദീൻ്റെ ഒരു ലാമ്പും. ഇത് ഈ പുള്ളിയുടെ ഫ്രണ്ടാട്ടോ, പുള്ളി അവിടെ സിഗരറ്റും വലിച്ചുകൊണ്ടിരിപ്പുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ എത്തി. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.